വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF ജനപ്രതിനിധികൾ വിട്ടുനിന്നു. മാർക്കറ്റ് മാറ്റിസ്ഥാപിച്ചതിനെതിരെ പഴയ പാളയം മാർക്കറ്റിൽ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധിച്ചു. കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് 100 കോടിയോളം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത്. സമുച്ചയത്തിൽ 300ഓളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പുകളാണുള്ളത്. ഇതിനു പുറമെ അനുബന്ധ കച്ചവടക്കാർക്കും സൗകര്യമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്ന പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ അഡ്വാൻസായി പറയുന്നു. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് വലിയ പ്രതിഷേധത്തിനാണ് പഴയ മാർക്കറ്റ് വേദിയായത്. ഞങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര അവർ വാങ്ങി പണം അവർ പറയട്ടെ, അത് നമ്മൾ തിരിച്ചു കൊടുക്കാം. ബക്കറ്റ് പിരിവെടുത്തിട്ടാണ്, എന്ത് പിരിവെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കൂ. നമ്മൾ ഈ വികസനത്തിന് ഒരു ഇതാണ് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ ഈ പാളയം മാർക്കറ്റിൽ ജീവിക്കുന്ന 5000 കുടുംബങ്ങളുണ്ട്, അനുബന്ധ മേഖലകളുണ്ട്. ഇതിനൊക്കെ ഇവിടെ നിലനിർത്തി തരണം പറഞ്ഞ് ഇതിന് ഒന്നായിട്ട് കൊടുക്കൊണ്ടാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പ്രതിഷേധക്കാർക്കിടയിലൂടെ ഉദ്ഘാടന വിളംബര ഘോഷയാത്ര നടത്തിയത് വാക്കേറ്റങ്ങൾക്കിടയാക്കി. പഴയ മാർക്കറ്റിൽ നിന്ന് ഘട്ടം ഘട്ടമായി വ്യാപാരികളെ ഒഴിപ്പിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.